ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് കെഫി എസ് എം ബിയിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. എന്താ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എത്തുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ്ട് വഴി സൈഡിലായിട്ട് തന്നെ നമുക്കൊരു എൻ്റർ ചെസ്റ്റ് ഉണ്ട്. എൻ്റർ ചെസ്റ്റ് എന്ത് വെച്ചാലും ആരും എടുക്കത്തില്ല ഗൈസ്. എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നല്ല സ്ഥലമാണ്, എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടും. നിങ്ങൾ ഉറപ്പായിട്ടും കെഫി എസ് എം ബിയിൽ കയറണം. പിന്നെ ഇത് മോസ്റ്റ് മണി, കുറേ പൈസ ഉള്ളവർ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദാണ്ട് ഈ ചേട്ടനെ ക്ലിക്ക് ചെയ്താൽ റാൻഡം ടെലപ്പോർട്ടാവും നമ്മൾ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ വലിയ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇതൊരു ഷോപ്പാണ്. ഇത് ഡോണറ്റ് സിംബിയോ ഇട്ട് നല്ല സമയമുണ്ട്. ഇത് ക്രാക്കഡാണ്. പിന്നെ ഇത് അനാർക്കിയുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഷോപ്പിൽ അതുകൊണ്ട് ഈ ചേട്ടനെ ഞെക്കിയാൽ മതി. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ പൈസ, അതുകൊണ്ട് ഈ ഷാർട്ട് ഉണ്ടോ, ഈ ഷാർട്ട് വെച്ചും നമുക്ക് കുറേ സാധനം മേടിക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്കിനി ബേസിൽ പോയിട്ട് കുറേ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഹോം എന്ന് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2 ഹോമാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹോം അടിക്കാം. നമ്മളിങ്ങനെ 5 മിനിറ്റ് അനങ്ങാൻ നിൽക്കണം. അനങ്ങിയാൽ നമുക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ ഇതാണ് എൻ്റെ ബേസ്. ഈ ചെസ്റ്റിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ വെച്ചുള്ള സാധനം ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. പിക്കാക്സും ആക്സും വേണം. പക്ഷേ എൻ്റെ കയ്യിൽ പിക്കാക്സ്, ഞാനിപ്പോൾ ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് വെച്ച് നമുക്ക് കുറേ വുഡ്സ് വെട്ടണം ഗൈസ്. ഗൈസ്, നമുക്കിനി റാൻഡം RTP അടിക്കാം. RTP എന്ന് അടിച്ചാൽ 4 റാൻഡം ഇട്ട് ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഒന്ന് ഓവർ വേൾഡ്, പിന്നെ നെതർ, പിന്നെ ഇന്ത്യ. അപ്പം ഞാനിപ്പം ഓവർ വേൾഡിലാണ് പോകുന്നത്. പിന്നെ 5 സെക്കൻഡ് നമ്മൾ അനങ്ങിയാൽ നമ്മൾ അവിടെ എത്തത്തില്ല ഗൈസ്. പിന്നെ നമുക്ക് പോകാം ഗൈസ്. എൻ്റെ ഗൈസ് ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട്. ഈ മരമൊക്കെ ഇങ്ങനെ ഒന്ന് വെട്ടുവാണ് ഗൈസ്. ഈ മരം നമുക്കിപ്പം വേണ്ടാത്ത കുറേ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് സെല്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ആ വുഡൊന്ന് മൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറേ വുഡൊക്കെ എടുക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ നമുക്കാണെങ്കിൽ ഇപ്പം വേണ്ടാത്ത സാധനമെല്ലാം കയ്യിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇത് സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതിന് നമുക്ക് സെല്ലെന്ന് അടിക്കാം ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടാത്ത സാധനം എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഈ സാധനത്തിലേക്ക് വെക്കുന്നു. പിന്നെ നമുക്കത് ബാക്കി അടിച്ചാൽ എനിക്കിപ്പോൾ 161 രൂപ കിട്ടി. അങ്ങനെ ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത സാധനം എല്ലാം അങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ വുഡ് വെട്ടുമ്പം ഈ സാപ്ലിങ്സ് ഒക്കെ കിട്ടും. പിന്നെ നമുക്കാണെങ്കിൽ അതൊക്കെ വിൽക്കാം. പിന്നെ നമുക്ക് ഈ കോഴീനൊക്കെ ഇങ്ങനെ കൊല്ലാം. കോഴീനെ കൊന്നിട്ട് നമുക്ക് വിൽക്കാം ഗൈസ്. ഇപ്പം കോഴിയുടെ മുട്ട കയ്യിലുണ്ടെങ്കിൽ ചില മുട്ടയിലൊന്നും കോഴി വിരിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ മുട്ടയായിട്ട് തന്നെ അങ്ങ് വിറ്റാലും നമുക്ക് ലാഭമാണ്. പക്ഷേ മുട്ട വിരിഞ്ഞില്ലെങ്കിൽ അതാണെങ്കിൽ അത് വെച്ചുള്ള ഉപകാരമില്ലായിരിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ അത് സെല്ല് ചെയ്താൽ മതി ഗൈസ്. ഭയങ്കര സിമ്പിളാണ് ഇത്. അവിടെ സ്പൈഡറൊക്കെ നിൽക്കുന്ന ഗൈസ്, സൂക്ഷിച്ച് പോകണം. ഇല്ലെങ്കിൽ സ്പൈഡർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഇത് രാവിലെ ആയതുകൊണ്ട് അവർക്ക് കണ്ണ് കാണത്തില്ല. എൻ്റെ തന്നെ തന്നെയായിരുന്നു ഗൈസ്. സ്കെലക്ടൻ ഗൈസ്, സ്കെലക്ടൻ ഗൈസ്. അത് ഗൈസ് തന്നെയാണ് ഗൈസ്. എൻ്റെ നെഞ്ചി പിടിച്ചു പോയനെ ഗൈസ്. ഇത് വെറും സ്കെലക്ടനായിരുന്നു ഗൈസ്. പേടിക്കണ്ട. ഇവിടെ കുറേ വോൾഫൊക്കെ ഉണ്ട്. വോൾഫിനെ ടീം ചെയ്യാനുള്ള മറ്റേ എല്ല് എൻ്റെ കയ്യിലില്ല. മീൻസ്
ബോൺ എൻ്റെ കയ്യിലില്ല. ബോൺ വേണമെങ്കിൽ സ്കെലറ്റിനെ കൊല്ലണം. പക്ഷെ ഇപ്പം മൈൻക്രാഫ്റ്റിൽ സ്കെലറ്റൻസൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ഗൈസ്. അവർക്ക് കുറേ ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇവന്മാർ തന്നെ നമുക്ക് ഈ ഷീപ്പിനൊക്കെ ഒന്ന് കൊന്നു തന്നോളും. അപ്പോൾ നമുക്കിതങ്ങ് ജസ്റ്റ് എടുത്താൽ മാത്രം മതി. നമുക്ക് കണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. നമുക്ക് ആനിമൽസിനെയൊക്കെ അങ്ങ് കൊന്നിട്ട് നമുക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫുഡ് തീരാറായി ഗൈസ്. അപ്പം ഞാൻ എന്താണ്ട് ഇങ്ങനെ കൊല്ലുന്നുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് നമുക്കെടുത്ത ഫുഡാണെങ്കിൽ പീസിൽ പോയിട്ട് ഇത് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് വേണം നമുക്കിത് കഴിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഹങ്കറിൻ്റെ ഒരു ഇത് വേണം, പോയിസൺ വരും. അതിനൊരു കുഴപ്പമില്ല, പക്ഷേ എന്തോ ഒരു ഫുഡ് പോയിസൺ പോലെ അങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് വേണ്ട. ഞാൻ സ്കെലക്റ്റിന് അടിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ ഇപ്പോൾ ഇത്രയും ഹേർട്ടും പോയത്. ഇതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യൂഫി അസംബ്ലിയിൽ ഒന്ന് കയറി എന്നോടൊക്കെ സംസാരിച്ച് നമുക്കൊരു ടീമൊക്കെ ആവാം ഗൈസ്. ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ഐ പി അഡ്രസ് ഇട്ടേക്കാം. നിങ്ങൾ കയറണം, ഉറപ്പായിട്ടും നിങ്ങൾ കയറണം. അത് മറക്കരുത് ഗൈസ്. കാരണം ഇത്രയ്ക്ക് നല്ല സെർവറാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യുഫി എന്ന് പറയുന്ന ഒരാളാണ് ഇതുണ്ടാക്കിയത്. ക്യുഫി എന്ന് പറയുന്നൊരു യൂട്യൂബറാണ്. യൂട്യൂബറെ തന്നെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ലൈവൊക്കെ പോയായിരുന്നു ഇന്നാളൊക്കെ. അതിൽ ഞാൻ പക്ഷേ സ്ക്രീനിൽ വന്നിട്ടില്ല. പക്ഷേ ഞാൻ കുറേ മെസ്സേജൊക്കെ ഇട്ടായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടൊക്കെ വരും. പിന്നെ വേറെ ഒരാളുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ വേറൊരു ഫ്രണ്ടുണ്ട്. അവൻ്റെ പേര് ബ്ലാക്ക് ക്ലോവർ എന്നാണ്. അവനൊരു ചാനലുണ്ട്, ബ്ലാക്ക് ക്ലോവർ വൈറ്റി എന്നാണ് അവൻ്റെ പേര്. എന്നൊക്കെ ഹോമിൽ പോകും ഗൈസ്, കാരണം ഇരുട്ടി. അവൻ ലൈവ് ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. നല്ല രസമാണ്. അവന് വലിയ ബേസൊക്കെ ഉണ്ട്. അവനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെയാണ് ഗൈസ്. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഗൈസ്. നമുക്കിനി ഫർണസ് ക്രാഫ്റ്റ് ചെയ്യണം. ഫർണസ് ഉണ്ട് ഗൈസ്, നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണ്ട. നമുക്ക് വേണ്ട ഇവിടെ കുറേ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. ഇതും നല്ല ഫുഡും ഉണ്ട്, വേവിക്കാത്ത ഫുഡും ഉണ്ട്. തൽക്കാലം നമുക്കിപ്പം വേവിച്ച ഫുഡ് കഴിച്ചിട്ട് അല്ലാത്ത ഫുഡെല്ലാം ഒന്ന് വേവിക്കാൻ വെക്കാം ഗൈസ്. നമുക്ക് നോക്കിയതെല്ലാം കൂടി ഇങ്ങോട്ട് നോക്കാം ഗൈസ്. ഞാനിവിടെ സാപ്ലിങ് വെച്ചതാണ് ഇത് ചെയ്യണം. പിന്നെ ഞാൻ കുക്കഡ് മട്ടൺ എടുത്ത് കഴിക്കട്ടെ ഗൈസ്. ഇനി അടുത്ത ഇതിൽ ഇത് വെച്ച് പറ്റുമോ എനിക്ക് പറ്റത്തില്ല ഗൈസ്. ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് പറ്റുമോ? ഇല്ല ഗൈസ്. നമുക്ക് വൂൾ വെച്ച് നോക്കാം ഗൈസ്. യെസ്, വൂൾ പറ്റും. പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ചെയ്ത ഇതെല്ലാം കൂടെ എടുത്ത് വുഡാക്കാം, ലോഗാക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. നമ്മുടെ അത് പോകത്തുമില്ല ഗൈസ്. ഇതിവിടെ വെക്കുവാണ് ഗൈസ്. നമുക്ക് അടുത്ത ഇതിൽ ഇതും തീർന്ന ഗൈസ്. നോക്കി സ്റ്റിക്ക് അങ്ങ് വെക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടാത്ത സാധനമെല്ലാം നമ്മുടെ ഇതിലെടുത്ത് വെക്കാം ഗൈസ്. ഇപ്പം ഇതുണ്ട്, ഇത് വേണ്ട. ഇതൊക്കെ പിന്നെ സെല്ല് ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് ഈ ബേസൊക്കെ ഒന്ന് വലുതാക്കണം ഗൈസ്. ഫുഡ് കയ്യിലിരിക്കട്ടെ. പിന്നെ നമുക്ക് കുറച്ച് കോബിൾസ് ഇത് വേണം, ബ്ലഡ് സ്റ്റോണും വേണം. ഗൈസ് ഇത്ര ആയതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അതായിക്കോളും ഗൈസ്. നമുക്ക് കുറച്ച് വുഡ് വേണം. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കി ഇതും ഉണ്ടാക്കണം. അത് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് അല്ല, മറ്റേ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ചെസ്റ്റിന് എത്ര എണ്ണം പോരാ. നമുക്ക് പോയി ഇതങ്ങ് എടുക്കാം. ഇനി നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് നിറഞ്ഞു, അതുകൊണ്ട് നമുക്ക് വേറൊരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം ഗൈസ്. പിന്നെ കുറച്ച് സ്റ്റിക്കും വേണം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കണം ഗൈസ്. ഇപ്പം നമുക്ക് ഈ ഡയമണ്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം
ഒബ്സിഡിയനൊക്കെ മൈൻ ചെയ്യേണ്ടതാണ്. പിന്നെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ഇതെടുക്കാം ഗൈസ്. ഡിബ്രീസൊക്കെ മൈൻ ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ സാധനം ഇങ്ങോട്ടേക്ക് വെച്ചേക്കാം ഗൈസ്. എന്നാലും നമുക്ക് ഇതൊന്ന് എടുത്തേക്കാം. നമുക്ക് ഒരു മൈനിങ് പ്ലേസ് ഉണ്ടാക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്കാണെങ്കിൽ ഈ ബേസ് ഒന്ന് വലുതാക്കാം ഗൈസ്. കുറച്ചും കൂടെ വീതി കൂട്ടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നോക്കുന്നുണ്ട് ഇതിങ്ങനെ അങ്ങ് ഞാൻ ഈ ലെയർ മാത്രമാണ്. ഈ ലെയർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലെയറാണ് കിട്ടുന്നത്. ഞാൻ ഇനി അടിയിലേക്ക് ഒഴിക്കുന്നില്ല. ഗൈസ് എൻ്റെ അടുത്ത് ബ്ലാക്ക് ക്ലോവർ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് രണ്ടാമത്തെ ഇതിൽ കാണാം ബ്ലാക്ക് ക്ലോവറിനെ. പിന്നെ ഗൈസ് ഇങ്ങനത്തെ വീഡിയോ പിടിച്ചിട്ടാൽ നമുക്കൊരു റാങ്ക് കിട്ടും, സ്പെഷ്യലായിട്ടുള്ള റാങ്ക്. ഗൈസ് നോക്കിക്കേ, ഈ ബ്ലാക്ക് ക്ലോവറിൻ്റെ ഒരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. കാരണം ബ്ലാക്ക് ക്ലോവറിന് ഒരു മീഡിയം റാങ്ക് ഉള്ളത് കൊണ്ടാണ്. മീഡിയ റാങ്കാണ് ഗൈസ്. ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ പിടിച്ചിട്ടുണ്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ റാങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കിട്ടാൽ മതി ഗൈസ്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ഒരു മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് പിടിച്ചിടണം. ഞാനിവിടെ ഒരു ചെറിയ സെറ്റപ്പ് പോലും ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ബെഡൊക്കെ വെക്കാൻ വേണ്ടി. ഇനി നോക്കുന്നുണ്ട് ഇവിടുത്തെ 3 ബെഡുണ്ട്. 2 ബെഡ് മതി. എന്നാലും 3 എണ്ണം എടുത്തേക്കാം. ഇത് എൻ്റെയും ഇതും എൻ്റെ. ഗൈസ് നമ്മളിങ്ങനെ സ്ലിപ്പ് ചെയ്താലും ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്താണ്, പക്ഷേ ഞങ്ങൾ അൺഅക്സെപ്റ്റഡ് ആയിട്ട് നമ്മൾ ഉറങ്ങിപ്പോയി ഗൈസ്. സ്ലിപ്പ് ചെയ്താൽ നമുക്കാണെങ്കിൽ ഒരാൾ മാത്രമായിട്ട് സ്ലിപ്പ് ചെയ്തൊന്നും പറ്റത്തില്ല. കോമൺ പിക്കാക്സ് ആണ് ഗൈസ്. നമുക്കിവിടെ കുറച്ചും കൂടെ സ്പേസ് അങ്ങ് ആക്കിയിട്ട് വെറുതെ അങ്ങനെയൊക്കെ ചെയ്തേക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ചെയ്യുന്നു. ഇല്ല ഗൈസ് രാവിലെ ആയിട്ടില്ല. ഇന്നൊക്കെ വേണ്ടാത്ത സാധനമെല്ലാം എടുത്ത് സെല് ചെയ്യാനുള്ള സമയമാണ്. ഈ ബ്ലോക്സ് ഒക്കെ ആവശ്യമുള്ളതാണ്. ഇത് വേണ്ട. പിന്നെ ഈ ഡോറാണ് എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിലോ. നിങ്ങൾക്ക് ഇത് വേണ്ട. ഡോറ് വേണ്ട കേട്ടോ ഗൈസ്. പിന്നെ ഈ പിക്കാക്സ് വേണ്ട, അത് വെറുതെ ഉണ്ടാക്കിയാണ് ഗൈസ്. പിന്നെ ഈ സാധനം വേണം ഗൈസ്. ഇത് കുറച്ച് അർജൻറ്റാണ്. അങ്ങനത്തെയൊക്കെ റെയർ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഈ റോട്ടൻ ഫ്ലഷ് ഒന്നും നമുക്ക് വേണ്ടാത്ത സാധനമാണ്, വെറുതെ ഉള്ള സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് സെല്ലൊന്ന് അടിച്ചിട്ട് നമുക്ക് ഈ സാധനം എല്ലാം വിൽക്കാം ഗൈസ്. കാരണം ഇതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. എനിക്കിപ്പം 563 പൈസ കിട്ടി ഗൈസ്. കൊള്ളാം ഗൈസ്, ഇത് കൊള്ളാം. അപ്പോൾ ഗൈസ് സമയം കുറേയായി, അതുകൊണ്ട് നിർത്താൻ പോവുകയാണ്. പിന്നെ എനിക്കൊരു ടീമുണ്ട്, അതിൻ്റെ പേര് ബാങ്കർ എന്നാണ്. അതുകൊണ്ട് ഈ മണിയുടെ ഒക്കെ താഴെയിട്ട് നമുക്ക് ടീമിൽ ബാങ്കർ എന്നാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആ ടീമിൻ്റെ പേര് ബാങ്കർ എന്നാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഐക്കോണിക് ഓൺലൈൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ജോയിൻ ആക്കാവേ. അപ്പം വേറൊരു വീഡിയോ ഇട്ട് അടുത്ത എപ്പിസോഡൊക്കെ കാണാം. ബൈ ഗൈസ്.